നമസ്കാരം. പ്രധാന വാർത്തകൾ. അവധിക്കാലത്ത് കുട്ടികൾക്കിടയിൽ മുങ്ങിമരണങ്ങൾ തടയാൻ ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ. 15-നും 24-നും ഇടയിലുള്ള ആൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവി. വൈക്കം നഗരസഭയിൽ വയോജനങ്ങൾക്കായി കട്ടിൽ വാങ്ങിയതിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന ആരോപണം. LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ തുടരുന്നു. ദേവിയുടെ താലിചാർത്ത് ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വിശദമായ വാർത്തയിലേക്ക്. അവധിക്കാലത്ത് കുട്ടികൾക്കിടയിൽ മുങ്ങിമരണങ്ങൾ തടയാൻ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പറഞ്ഞു. 15-നും 24-നും ഇടയിലുള്ള ആൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവി ആലപ്പുഴയിൽ പറഞ്ഞു. അടുത്തിടെ 18 മുതൽ 24 വയസ്സുവരെയുള്ള പ്രായക്കാരിൽ അപകടനിരക്ക് പരിശോധിച്ചപ്പോൾ 92:8 എന്ന അനുപാതമാണ് കണ്ടെത്തിയത്. ഈ പ്രായക്കാരിൽ 92 ആൺകുട്ടികൾ മരിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം 8 ആണെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സ്പോർട് ക്ലബ്ബ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി. വാട്ടർ ഗ്യാതറിംഗ് നമ്മുടെ കുറച്ച് വാട്ടർ ഗ്യാതറിംഗ് ഉള്ള സ്ഥലമാണ്. അവിടെയുള്ള ഈ മിസ്ഹാപ്സ് കൂടും. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ ആകുമ്പോൾ സ്കൂളിലേക്കും മറ്റു കോളേജുകളിലേക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും പോകുന്നില്ല. അച്ഛനമ്മമാരുടെ ജോലി പറ്റത്തേക്ക് പോകുന്ന സമയത്ത് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സംഭവങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കിപ്പോകും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആവറേജ് ഒരു ജില്ലയിൽ ഒരു 5 മുതൽ 8 കുട്ടികൾ, അതുകാലം ചിലർ 15 വരെ പോയ ഒരു മാസം എനിക്ക് ഇവിടെ അറിയാം, കോഴിക്കോടാണ്. ബട്ട് അവർ മിനിമം ഇപ്പോൾ 2 പേര് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഏപ്രിൽ മെയ് ഒക്കെ ആവുന്ന സമയത്ത് സംഭവിച്ചിരുന്നു. ഇത് ഒന്നെന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളും നമ്മൾ അവിടെ ഈ സ്ഥലത്ത് ഇറങ്ങരുത് എന്ന് പറയുന്നത് നമുക്ക് പറ്റിയതില്ല. പക്ഷെ അവിടെ നമ്മളൊരു പ്രത്യേക ഏതെങ്കിലും വല്ല ക്ലബ്ബോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പോ ആരെയും കണ്ടെത്തി ജാക്കറ്റ്സ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. അതൊക്കെ എന്തായാലും ത്രില്ല്, വെള്ളത്തിൽ ഇറങ്ങാനുള്ള ത്രില്ലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ലൈഫ് ജാക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലൈഫ് ജാക്കറ്റ് വെച്ച് എത്ര വേണമെങ്കിൽ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ വേണമെങ്കിൽ വെള്ളത്തിൽ മുങ്ങി കിടക്കാം. അപ്പോൾ അവിടെ പ്രാക്ടീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ അച്ഛനൊന്ന് കംപ്ലൈൻറ്റ് ചെയ്യാണ്, സാറെ പ്രാക്ടീസ് നിർത്തില്ല, കുഴഞ്ഞ് വീഴുമ്പോഴാണ് നിർത്തുക, കുഴഞ്ഞ് വീഴുന്നത് വരെയാണ് പ്രാക്ടീസ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു എനർജി ചാനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് നമ്മുടെ ഈ മറ്റു തരത്തിലുള്ള ലഹരികളും ഇൻട്രസ്റ്റും ഒക്കെ സ്പോർട്സും ഗെയിംസിനായാലും ആർട്സിനായാലും അതുമാതിരി മറ്റെല്ലാ ഇൻറെഗുലേറ്റീസ് കണ്ടെത്തി നമുക്കൊന്ന് തിരിയാൻ പറ്റുന്ന കുഴപ്പമില്ല. കുട്ടികളോട് വെള്ളത്തിലിറങ്ങരുതെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ നിരന്തരമായി അപകടങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചൂണ്ടിക്കാട്ടി ഇവരെ ബോധവൽക്കരിക്കാൻ സാധിക്കും. ഇത്തരം അപകട മേഖലകളിൽ ലൈഫ് ജാക്കറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും SP ആവശ്യപ്പെട്ടു. പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗമേറിയ താരം R ശ്രേയ, മുൻ പവർ ലിഫ്റ്റിംഗ് താരവും ആലപ്പുഴ കളക്ടറേറ്റ് ഡെഫോദാറുമായ K സിജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു, ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കുര്യൻ ജെയിംസ്, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷറർ N സന്തോഷ് കുമാർ, ഷട്ടിൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി S വിനോദ് കുമാർ, ചെസ് ടെക്നിക്കൽ കമ്മിറ്റി ജില്ലാ കൺവീനർ ബിബി സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി രജീഷ് കുമാർ സ്വാഗതവും സ്പോർട് കമ്മിറ്റി കൺവീനർ MM സലാം നന്ദിയും പറഞ്ഞു. ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിലെ പട്ടികജാതിക്കാരായ ചൌക്കിദാറിനും ശിരസ്താറിനും പ്രത്യേക ഹാജർ രജിസ്റ്റർ ഏർപ്പെടുത്തിയ സംഭവത്തിൽ പട്ടികജാതി പീഡന നിരോധന നിയമം അനുസരിച്ച് കേസെടുത്ത് കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് A ഷുക്കൂർ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി വർണ്ണവെറിയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് രജിസ്റ്റർ പ്രത്യേകമായി തയ്യാറാക്കിയ ഉദ്യോഗസ്ഥ ചെയ്തിരിക്കുന്നതെന്നും ഷുക്കൂർ കുറ്റപ്പെടുത്തി. ഈ ഉദ്യോഗസ്ഥയുടെ നടപടി സംബന്ധിച്ച് കളക്ടറുടെ റിപ്പോർട്ട് പുറത്തുവരേണ്ടതുണ്ട്. എന്നാൽ സമഗ്രമായ അന്വേഷണം നടത്തി ഈ വർണ്ണവെറിയെ പ്രോത്സാഹിപ്പിക്കുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാകുമെന്നും ഷുക്കൂർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഏത് ഉദ്യോഗസ്ഥയായാലും ഏത് ഉദ്യോഗസ്ഥനായാലും ജാതിയുടെ പേരിൽ പ്രത്യേക രജിസ്റ്ററിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തണം. എവിടുത്തെ ന്യായമാണ്? ഏത് നിയമത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ഇപ്പോ അന്വേഷണ റിപ്പോർട്ട് പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത്. എന്താ ഇവിടെ എന്താ
ഇതിനുള്ളിൽ ഉദ്യോഗസ്ഥന്മാർക്കുള്ളിൽ ഇവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കാൻ കളക്ടർ ആരെയോ ചുമതലപ്പെടുത്തി. അയാൾ ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഇതിൽ വീഴ്ചയില്ല എന്നാണ് പറയുന്നത്. 2 രജിസ്റ്ററുകൾ ഇങ്ങനെ പച്ചക്കള്ളവും കള്ളറിപ്പോർട്ടും ഇതിനെ ചമക്കുന്നവരാരാണെങ്കിലും ഞങ്ങൾ പറയുന്നു, അവർക്കെതിരെയുള്ള കടുത്ത ശിക്ഷ വരും കാലങ്ങളിൽ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. ഞങ്ങൾ ചുണ്ണാമ്പ് തുടങ്ങിയാണ്. ആരിതിന് കൂട്ടുനിന്നാലും വർണ്ണവെറി പാടുണ്ടോ? വർണ്ണവെറിയല്ലേ ഇവിടെ നടന്നത്? ഈ വർണ്ണവെറിക്കെതിരായുള്ള നടപടിയെടുക്കാൻ എന്റെ സർക്കാർ അമാന്തിക്കുന്നു. നമ്മുടെ ചീഫ് സെക്രട്ടറി നിങ്ങൾക്കറിയാമല്ലോ, IAS ഒരു ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി ഭരണഘടനാപരമായി ഭരണത്തലവനാണെങ്കിൽ ആ ഭരണത്തിലെ നിർവഹണത്തിന്റെ മുഖ്യമന്ത്രിക്ക് സമാനമായി അധികാരമുള്ള ഉദ്യോഗസ്ഥയാണ് നമ്മുടെ ശാരദാ മുരളീധരൻ. അവർ പറഞ്ഞത് കേട്ടില്ലേ? നാണമില്ല ഈ ഭരണക്കാർക്ക്. ജില്ലാ പ്രസിഡന്റ് ബിന്ദു രാഘവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രവിപുരത്ത് രവീന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മീനു സജീവ്, ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ M ദിവാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈക്കം നഗരസഭയിൽ വയോജനങ്ങൾക്കായി കട്ടിൽ വാങ്ങിയതിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന ആരോപണം. LDF കൗൺസിലർമാർ നഗരസഭ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൈക്കം നഗരസഭ വയോജനങ്ങൾക്കായി കട്ടിൽ വാങ്ങിയത്. പദ്ധതിയുടെ ഭാഗമായി 26 വാർഡുകളിലും 5 കട്ടിൽ വീതവും 130 SC വിഭാഗത്തിലുള്ള 19 കട്ടിലും ഉൾപ്പെടെ 149 കട്ടിലാണ് പ്രോജക്റ്റിൽ തുക വകയിരുത്തിയത്. മാർച്ച് 26-ന് പദ്ധതി ഉദ്ഘാടനം നടത്തുന്നതിനായി ആദ്യഘട്ടം 30 കട്ടിൽ എത്തിച്ചപ്പോഴാണ് ഇതിൽ മുഴുവനും തന്നെ നശിച്ചതും ഗുണനിലവാരമില്ലാത്തതുമാണെന്ന് കണ്ടെത്തിയത്. ഇതോടെ ഗുണഭോക്താക്കൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി. 150 കട്ടിലാണ് ആദ്യം കൊട്ടേഷൻ ലഭിച്ചത്. അത് തേക്കിൻ്റെ കട്ടിലാണ്. 4100 രൂപ വെച്ചാണ് ഒരു കട്ടിലിന് വില പറഞ്ഞ് കൊട്ടേഷൻ സമ്മതിച്ചത്. പക്ഷേ എന്നാൽ ഇന്നലെ കട്ടിൽ വന്ന് ഉദ്ഘാടനത്തിന് ശേഷം ആ കട്ടിൽ ഞങ്ങളൊന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായി കട്ടിലിന് ഒരുപാട് അപാകതയുണ്ട്. ഇത് മുഴുവനും തേക്കല്ല, തേക്കിൻ്റെ പേര് പറഞ്ഞ് പല മാവിൻ്റെയും പ്ലാവിൻ്റെയും അല്ലെങ്കിൽ ആഞ്ഞിലിയുടെ ഒക്കെ കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ തന്നെ ഒരു കാർപ്പൻറ്ററെ വിളിച്ചു വരുത്തി. അതിനു മുമ്പ് തന്നെ അയ്യപ്പൻ ഒരു 2-3 കാർപ്പൻറ്റർ ഇവിടെ ഒന്ന് പരിശോധിച്ചതായിട്ട് അറിഞ്ഞു. 4100 രൂപയ്ക്ക് തേക്കിൻ കട്ടിൽ നൽകാമെന്ന വ്യവസ്ഥയിലായിരുന്നു പദ്ധതി ആവിഷ്കരിച്ചത് എന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നു. തേക്കിന്റെ കട്ടിൽ നൽകാമെന്ന് ടെൻഡർ ഉറപ്പിച്ച ശേഷം UDF ഭരണസമിതി കമ്മീഷൻ കൈപ്പറ്റി ആഞ്ഞിലി, പാഴ്ത്തടികൾ എന്നിവ കൊണ്ടുള്ള കട്ടിലുകൾ എത്തിച്ചതാണെന്ന് LDF കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. നഗരസഭയുടെ അഴിമതിക്കെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച് LDF രംഗത്തെത്തി. LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ വൈക്കം നഗരസഭ പ്രതിപക്ഷ നേതാവ് S ഹരിദാസൻ നായർ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ KP സതീശൻ അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർമാരായ എബ്രഹാം പഴയക്കടവൻ, S ഇന്ദിരാദേവി, കവിത രാജേഷ്, ലേഖ ശ്രീകുമാർ, അശോകൻ വെള്ളവലി എന്നിവർ സംസാരിച്ചു. കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ തുടരുന്നു. ദേവിയുടെ താലിചാർത്ത് ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തൃത്താലിയും തിരുവാഭരണവും സ്വീകരിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വാദ്യമേളത്തോടും താലപ്പൊലിയോടും കൂടി ദേവിയുടെ മൂലസ്ഥാനമായ ചെറിയ കണ്ടമംഗലത്തു നിന്നും ആരംഭിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്നാണ് ദേവിക്ക് പട്ടും താലിയും ചാർത്തിയത്. ചടങ്ങിനു ശേഷം ഉച്ചപൂജ നടന്നു. താലിചാർത്ത് മഹോത്സവത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. അന്തരിച്ച പ്രമുഖ ഫോട്ടോഗ്രാഫറും നടനുമായ NL ബാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി ഫെഫ്ക സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച NLB ഫോട്ടോഗ്രാഫി മത്സരത്തിൽ പ്രേംലാൽ പട്ടാഴി 1ാം സ്ഥാനം നേടി. ടാലന്റ് അപ്രിസിയേഷനാണ്. ഫെഫ്ക സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയന്റെ 1ാം നമ്പർ അംഗവും പ്രശസ്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ്
ഫോട്ടോഗ്രാഫറുമായിരുന്ന അന്തരിച്ച ശ്രീ NL ബാലകൃഷ്ണൻ സാറിൻ്റെ നാമത്തിൽ ഫെഫ്കയിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു അവാർഡാണ് ഫെഫ്ക NLB അവാർഡ്. തീർച്ചയായിട്ടും ഇവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഏറ്റവും ഗംഭീരമായി നമുക്ക് വലിയൊരു പാനൽ തിരഞ്ഞെടുത്ത വിജയികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ഫെഫ്ക സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ ബെന്നി ആശംസ, അതുപോലെ ജനറൽ സെക്രട്ടറിയും ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ ശ്രീ ബെന്നി ആർട്ട്ലൈൻ. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഷൂട്ടിംഗ് ആവശ്യത്തിനായി കെട്ടിയ മുത്തപ്പൻ കോലം അടുത്തു നിൽക്കുന്ന ഒരു കാഴ്ചക്കാരിയെ അനുഗ്രഹിക്കുന്ന ചിത്രമാണ് ജൂറികൾ ഒന്നാം സ്ഥാനമായി തിരഞ്ഞെടുത്തത്. പ്രശസ്ത ക്യാമറമാൻമാരായ സണ്ണി ജോസഫ്, ഉൽപ്പൽ ബി നായനാർ, മനോരമ ചീഫ് ഫോട്ടോഗ്രാഫർ റിജോ ജോസഫ് എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ. സീനറ്റ് സേവ്യർ 2ാം സമ്മാനവും ഹരി തിരുമല 3ാം സമ്മാനവും നേടി. ക്യാഷ് അവാർഡുകളും പ്രശസ്തി പത്രങ്ങളും ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ, ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. ചടങ്ങിൽ ഫെഫ്ക സ്റ്റിൽ ഫോട്ടോഗ്രാഫർ യൂണിയൻ പ്രസിഡന്റ് ബെന്നി ആശംസ, ജനറൽ സെക്രട്ടറി ബെന്നി ആർട്ട്ലൈൻ, ട്രഷറർ ദീപ അലക്സ്, മത്സര വിഭാഗം ചെയർമാൻ സെനി എന്നിവർ പങ്കെടുത്തു. രാസലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ലഘുലേഖ വിതരണം. ദക്ഷിണ മേഖല പാസഞ്ചേഴ്സ് അസോസിയേഷനാണ് ലഹരിക്കെതിരെ ചേർത്തലയിൽ ലഘുലേഖ വിതരണം ചെയ്തത്. ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എക്സൈസ് വകുപ്പിലെ വിമുക്തി ലഹരി വർജന മിഷൻ പുറത്തിറക്കിയ ആസക്തി ലഹരിയോടല്ല ജീവിതത്തോടാകട്ടെ എന്ന ലഘുലേഖ KSRTC സൂപ്രണ്ട് പ്രമീളയ്ക്ക് നൽകിക്കൊണ്ട് ഡോക്ടർ തോമസ് വി പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കളെ, നമ്മളെ കുട്ടികളെ പെറ്റു വളർത്തിയ മാതാപിതാക്കളെ അനാഥത്വത്തിലേക്കും നിസ്സഹായാവസ്ഥയിലേക്കും തള്ളിവിടുന്ന ഈ രാസലഹരിക്കെതിരെ കേരളീയ സമൂഹം ഉണർന്നിരിക്കുകയാണ്. നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഞാൻ ബഹുമാനപ്പെട്ട ബിനീഷ് സാറിനെ ഇരുത്തിക്കൊണ്ട് അഭിമാനത്തോടെ പറയുന്നു, സാറിപ്പോൾ പറഞ്ഞു എക്സ്ട്രാ 11 രാത്രി 11 മണിക്കൊക്കെയാണ് അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നത് അദ്ദേഹം പറഞ്ഞു. കാരണം അവരുടെയൊക്കെ ആത്മാർത്ഥതയെ, ഒരു പുതിയ തലമുറയെ കോളേജ് അധ്യാപകനിൽ പഠിപ്പിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. വേളർവട്ടം ശശികുമാർ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ P ബിനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ യുവതലമുറ മുഴുവനും ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന പത്രങ്ങൾ എടുത്താൽ ചോരയില്ലാത്ത വാർത്ത ഇല്ലാത്ത ഒരു ദിവസമില്ല. നമ്മുടെ അടുത്ത കാലങ്ങളിൽ നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഈ രാസലഹരികളുടെ അതിപ്രസരം കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഓരോ വാർഡ് തലത്തിലും ഇപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെല്ലുമ്പോൾ ഓരോ വാർഡിൽ നിന്നും നമുക്ക് കേൾക്കുന്ന വാർത്തകൾ പലപ്പോഴും തുറന്നു പറയാൻ മടിക്കുന്ന വാർത്തകളാണ് നമ്മളോട് രഹസ്യമായി അവർ പറയുന്നത്. ഞങ്ങൾ പരമാവധി ഇവരുടെ വീടാന്തരം കയറി, എക്സൈസും പോലീസും വളരെ ശ്രമകരമായൊരു ജോലിയാണ്. വീടാന്തരം കയറി ലഹരിക്ക് അടിമപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് വേണ്ടപ്പെട്ട ചികിത്സ നടത്തുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ലഹരിയിലേക്ക് വീഴാൻ ടെൻഡൻസി ആയിട്ട് നിൽക്കുന്ന യുവതലമുറയെ വ്യക്തിപരമായി വിളിച്ച് അവരുടെ പേരൻസിൻ്റെ സാന്നിധ്യത്തിൽ കൗൺസിലിംഗ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുനിസിപ്പൽ കൗൺസിലർ A അജി, PD ലക്കി, സരിക കുഞ്ഞുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി കുടവച്ചൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധയിടങ്ങളിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. വൈക്കം, കുമരകം, ചേർത്തല എന്നിങ്ങനെ പലയിടങ്ങളിലായി അവതരിപ്പിക്കുന്ന ലഹരി വിരുദ്ധ റോഡ് ഷോ വൈക്കം DYSP സിബിച്ചൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സ്കൂള് പാഠ്യേതര വിഷയങ്ങളിൽ എല്ലാം, സ്പോർട്സിലായാലും കലകളിലായാലും സാഹിത്യത്തിലായാലും ഒക്കെ പഠനത്തോടൊപ്പം തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ്. ഇത്തരമൊരു സംരംഭം ഒരുക്കിയതിന് അവിടുത്തെ PTA-യോടും അനധ്യാപക അതുപോലെ തന്നെ അതിൻ്റെ മാനേജരോടും ഒക്കെയുള്ള നന്ദിയും കടപ്പാടും, പ്രത്യേകിച്ച് SPC-യുടെയും NCC-യുടെയും ഒക്കെ കോർഡിനേറ്റേഴ്സും അതിൻ്റെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സിനും ഒക്കെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. 15 കുട്ടികളും NCC SPC കേഡറ്റുകളും അവതരണത്തിൽ പങ്കെടുത്തു. വൈസ് പ്രിൻസിപ്പൽ ഷൈജ M ജോസഫ്, PTA വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, അധ്യാപക അനധ്യാപകർ എന്നിവർ അവതരണത്തിൽ നേതൃത്വം നൽകി. നിരവധി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് സ്കൂൾ ലക്ഷ്യമിടുന്നത്.
തൈക്കൽ ശ്രീനാരായണ ഗുരു ക്ഷേത്രത്തിലെ കാണിക്ക ബെഞ്ച് തകർത്ത സംഭവം കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൈക്കലിൽ പ്രതിഷേധ റാലി നടത്തി. ചേർത്തല നഗരസഭ 11-ാം വാർഡിൽ വാഴകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഇതൊരു വലിയ നേട്ടമായിട്ട് വേണം നമുക്ക് കണക്കുകൂട്ടാനായിട്ട്. കാരണം തരിശു കിടക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ പഴയ കാലങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓരോ വീടുകളിലും ഇഷ്ടം പോലെ ആവശ്യത്തിലധികം നമ്മൾക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങളെ ഒന്നും വിളിച്ചു വരുത്തേണ്ടതായിട്ടുള്ള ഒരാവശ്യവും ഇല്ലാതിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം നമ്മൾക്കുണ്ടായിരുന്നു. ചേന, ചേമ്പ്, വാഴ, അതുപോലെ തന്നെ ചീര, വെണ്ട, അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങൾ, നമ്മൾക്ക് നിത്യോപക സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭൂമിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നതായിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം എല്ലാവരും വളരെ തിരക്കുള്ളതായിട്ടുള്ള മനുഷ്യരായി ജീവിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് കൃഷി ചെയ്യുവാനായിട്ട് താല്പര്യം പലർക്കും ഇല്ലാത്തതായിട്ടുള്ള ഒരവസ്ഥ കൂടി നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഇവിടെ ഇന്നിപ്പം നമ്മൾ വാഴ വയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ചെറുധാന്യത്തിൻ്റെതായിട്ടുള്ള വിളവുകളും നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളതായിട്ടുള്ള പച്ചക്കറികൾ, വെണ്ടയുണ്ട്, ചീരയുണ്ട്, മറ്റ് എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള പച്ചക്കറികളടക്കം നമ്മുടെ ഈ ഭൂമിയിൽ ഏകദേശം 30 സെൻറ്റ് സ്ഥലത്താണ് നമ്മളിവിടെ കൃഷി ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചെറുധാന്യങ്ങളുടെ നടീൽ ഉദ്ഘാടനവും നടന്നു. ചേർത്തല നഗരസഭ കരപ്പുറം ഹരിത കാർഷിക കർമ്മസേനയുടെയും കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് കൃഷി നടത്തിയത്. വാർഡ് കൗൺസിലർ അജി സ്വാഗതം പറഞ്ഞു. ആലപ്പുഴയിൽ നാടക സെമിനാറും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചു. സാക്ഷി ഡയറക്ടർ അനസ് ബി ഉദ്ഘാടനം ചെയ്തു. സാക്ഷികലാ സാഹിത്യ സംഘത്തിൽ സഹകരണത്തോടെ വേൾഡ് ഡ്രാമാറ്റിക് സ്റ്റഡി സെന്റർ ആൻഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആര്യാട് ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. സാക്ഷി ഡയറക്ടർ അനസ് ബി ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യ ജീവിതത്തിന് അല്ലെങ്കിൽ ലോക സംസ്കാരത്തിന്, ഭാരത സംസ്കാരത്തിന്, മലയാളിയുടെ സംസ്കാരത്തിന് ഒത്തിരി ഉത്തേജനം നൽകിയിരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. വലിയ വലിയ സെറ്റപ്പുകൾ, സിനിമയും മറ്റ് കലാ ഉപാധികളും നമ്മുടെ മുന്നിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ പലരും നാടകത്തെ മറന്നു. പക്ഷേ ഈ നാടകം എന്ന് മനസ്സിൽ താലോലിക്കുന്ന ഒരു വലിയ വിഭാഗം, ജനവിഭാഗം ഈ സമൂഹത്തിൽ നിന്നും അവശേഷിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് ഈ കാണുന്ന ഈ ഒരു പരിപാടി. ചിക്കൂസ് ശിവൻ മുഖ്യപ്രഭാഷണം നടത്തി. ആര്യാട് ഭാർഗവന്റെ നാടക വിജ്ഞാനകോശം 5ാം പതിപ്പിന്റെ പ്രകാശനം ജോസഫ് മാരാരിക്കുളം നിർവഹിച്ചു. ടോം ജോസഫ് ചമ്പക്കുളം പുസ്തക വിതരണം നടത്തി. പുസ്തക അവലോകനം രാജു പള്ളിപ്പറമ്പിൽ നിർവഹിച്ചു. ഗുരുദയാൽ ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി. അമ്പലപ്പറമ്പിലും നാടകശാലകളിലും ഉത്സവങ്ങളിലും പള്ളികളിലും നമ്മൾ നാടകം കാത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ നാടകങ്ങൾക്ക് ഓരോ സന്ദേശങ്ങളുണ്ടായിരുന്നു, ഓരോ വിമർശനങ്ങളുണ്ടായിരുന്നു. നമ്മൾ നാടകം കണ്ടിരുന്നത് ആസ്വദിക്കാൻ വേണ്ടി മാത്രമല്ലായിരുന്നു, അതിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് ഭാഷയില്ല, പക്ഷെ നാടകക്കാർക്ക് ഭാഷയുണ്ട്. നമുക്ക് പറയാനുള്ളത് അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആ വിമർശനങ്ങളും അവരുടെ സന്ദേശങ്ങളും കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ നാടകം കണ്ടൊരു കാലമുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ആലപ്പുഴയിൽ ഈദ് സന്ദേശ സംഗമവും ശിഹാബ് തങ്ങൾ അനുസ്മരണവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് അമ്പലപ്പുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് AM നൌഫാൽ ഉദ്ഘാടനം ചെയ്തു. എത്രയോ വർഷങ്ങളായിട്ട് ഈ ഏരിയയിൽ തന്നെ ഒരുപാട് വർഷങ്ങളിൽ നിങ്ങളൊപ്പം ദുആക്കായിട്ട് വന്നിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി തുടരുന്ന ഈ പരിപാടി തുടർന്ന് നടത്തിക്കൊണ്ടു പോകുവാൻ ഇതിന്റെ കാര്യപ്രാപ്തരായ ഭരണകർത്താക്കൾക്കും സപ്പോർട്ടിനും എല്ലാം കഴിയുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഹാബ് തങ്ങളുടെ പേരിലാണുള്ളത്.
നമ്മുടെ കേരളക്കര കണ്ട എന്നതല്ല, ഇന്ത്യ രാജ്യം കണ്ടതെന്നല്ല, ലോക രാഷ്ട്രത്തിന്റെ നേതാക്കന്മാരും ആളുകളും പത്രമീഡിയകളും നോക്കി നിന്ന കാരുണ്യത്തിന്റെ ഒരു നിത്യദർശനമായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലിരുന്നു കൊണ്ട് പുഞ്ചിരി തൂതുകയും ഒത്തിരി വർത്തമാനം വീരവാദങ്ങൾ മുഴക്കാതെ എന്നാൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്നതെല്ലാം തന്റെ ലക്ഷോപലക്ഷം വരുന്ന അനുയായി വൃന്ദത്തെ കൊണ്ട് നിരന്തരം ചെയ്യിച്ചും പറയിപ്പിച്ചും പ്രാവർത്തികമാക്കിയും ജീവിച്ച മഹാനായ ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാണ് ഈ ലീഫ് നടന്നു വരുന്നത്. മുസ്ലിം ലീഗ് സിവിൽ സ്റ്റേഷൻ മേഖലാ പ്രസിഡന്റ് അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. സിവിൽ സ്റ്റേഷൻ മഹൽ ഖദീബ് സിറാജുദ്ദീൻ അഫ്ഷറി ഈദ് സന്ദേശം നൽകി. മണ്ഡലം സെക്രട്ടറി ബാബു ബഷീർ ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രവാസി ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷുഹൈബ് അബ്ദുള്ള കോയ പുതുവസ്ത്ര വിതരണവും വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹസീന അമാൻ ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു. മുസ്ലിം ലീഗ് ടൗൺ പ്രസിഡന്റ് AM യൂസഫ് പോറ്റി, വൈസ് പ്രസിഡന്റ് H നൌഷാദ്, അഫ്സൽ സംസുദ്ദീൻ, സവാദ് കാസിം, A യൂസഫ് മുഖാം എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവധിക്കാലത്ത് കുട്ടികൾക്കിടയിൽ മുങ്ങിമരണങ്ങൾ തടയാൻ ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ പോലീസ് മേധാവി MB മോഹനചന്ദ്രൻ. 15-നും 24-നും ഇടയിലുള്ള ആൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവി. വൈക്കം നഗരസഭയിൽ വയോജനങ്ങൾക്കായി കട്ടിൽ വാങ്ങിയതിൽ ലക്ഷങ്ങളുടെ അഴിമതിയെന്ന ആരോപണം. LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ തുടരുന്നു. ദേവിയുടെ താലിചാർത്ത് ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.